ഫ്രണ്ട്സ്, വെൽക്കം ടു തേജസ് സ്നേഹാസ് മാജിക്. തേജസ് സ്നേഹാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. ഇതിൻ്റെ പേര് മിൻറ്റ് ചോളെ മസാല എന്നാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് പുതിന തന്നെയാണ്. പുതിന ഞാനൊരു നല്ലൊരു കൈപ്പിടി പുതിന കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ കടല, വെള്ള കടല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കടല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് 12 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഞാൻ അല്പം ഉപ്പിട്ട് വേവിച്ചെടുത്തിരിക്കണം. നല്ലപോലെ വേവണം. അതുപോലെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം. നമ്മളിത് വേകുന്ന സമയത്ത് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കഴുകി ഇതിനകത്ത് വേകാനിടാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം അതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, തക്കാളി അരിഞ്ഞത്. നമ്മൾ ആ കുരു ഒന്നും എടുക്കുന്നില്ല, കുരു ഇല്ലാതെ ആ പുറത്തുള്ള ആ സ്കിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. നോക്കൂ, ആ ദശയോടുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന്. അതുപോലെ പൊടിയായി അരിഞ്ഞ സവാള, പിന്നെ നാരങ്ങ ആവശ്യത്തിന്. നാരങ്ങ നീര് നമുക്കിതിന് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ചോളൈ മസാല, ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ചോളൈ മസാല ആവശ്യത്തിന്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് അവസാനമായി ഇടാനായി നമ്മൾ പൊട്ടാറ്റോ ചിപ്സ്, ഇത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ചോളൈ മസാല, നിങ്ങൾക്കിത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മളിത് ചപ്പാത്തിക്ക് മസാലയായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ പൊടി വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ കടല കുതിർത്തി ഒന്ന് വേവിക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു മിക്സിങ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. അതുപോലെ 2ആയി കീറിയിടുക. ഈ ഒരു അളവിന് ഞാനിവിടെ കടല എടുത്തിരിക്കുന്നത് 150 ഗ്രാമാണ്. ആ ഒരു അളവിന് ഈ 2 പച്ചമുളക്, ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. കടല ഗ്യാസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഇഞ്ചി ചേർക്കുന്നത്. അതുപോലെ തന്നെ പുതിനയും നല്ലൊരു ദഹന ശക്തിയൊക്കെ തരും. അപ്പോൾ ഈ പുതിനയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. കടലയും ഉരുളക്കിഴങ്ങും രണ്ടും ഗ്യാസിൻ്റെ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിന ഇട്ട് കൊടുക്കാം. നല്ലൊരു കൈപ്പിടി പുതിനയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഇനി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തയ്യാറായിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ നൈസായിട്ട് അരക്കണമെന്നൊന്നുമില്ല, എന്നാലും ഈ ഒരു പാകത്തിൽ നിങ്ങൾ അരച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിച്ച് അരച്ചിട്ടുണ്ട്. ഞാനിവിടെ കടല വേവിച്ച വെള്ളം ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ച് തന്നെയാണ് ഞാൻ അല്പം ഇതിലൊഴിച്ച് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ ഒരു ബൗൾ എടുക്കാം. ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അധികം വെള്ളം ആവരുത്. വെള്ളമൊക്കെ വാറ്റി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാൻ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നോക്കൂ, ഇതുപോലെ അല്പം ചെറുതായിട്ടൊക്കെ ഇരുന്നോട്ടെ, എന്നാലും നമ്മൾ പൊടിച്ചെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ ശേഷം പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചേർക്കാം. നമ്മൾ പുതിന ചരച്ച ആ അരപ്പൊന്ന് ഇതിൽ ചേർക്കാം. നല്ലൊരു മണവും കൂടെയാണ് ഈ പുതിനയുടെ മണമൊക്കെ എന്ന് പറയുന്നത്. നമുക്ക് അല്പം ഒന്ന് വെള്ളം ഒഴിച്ച് കുലുക്കി ഒഴിച്ചു കൊടുക്കാം. ജാറൊന്ന് കഴുകി. നോക്കൂ, ഇത് കടല വേവിച്ച വെള്ളം തന്നെയാണ്. ആ വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ നമ്മൾ ഈ ജാറൊന്ന് കഴുകി അല്പം ഒന്ന് വെള്ളം ചേർക്കാം. ഇനി നമ്മൾ അല്പം ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ കടലയ്ക്കകത്ത് അല്പം ചേർത്ത് വേവിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിടാം. പോരെങ്കിൽ നമ്മൾ ചേർക്കാം. പൊടിയുപ്പ് തന്നെ ഇടാൻ നോക്കുക. ഇനി നമുക്ക് ഈ ചോളൈ മസാല, ഒരു നല്ല എരിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയിടുക. കുറച്ചിടാൻ നോക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പുതിന ചട്നി എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കിട്ടണം. നല്ല ഒരു മണം വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ
കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ അടച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സ്നാക്സൊക്കെ ഒന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് അമ്മമാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. നമ്മൾ ഇനി ഇതിൽ ഉപ്പ് കറക്റ്റാണോ എന്നും കൂടെ ഒന്ന് നോക്കാം. ഉപ്പ് അല്പം കൂടെ ആവശ്യമാണ്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നോക്കൂ, നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നാരങ്ങ നീരൊന്ന് ചേർക്കാം. കുരുവൊക്കെ നീക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. കുരു അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് മാറ്റുക. ചെറിയ ചെറിയ കുരുവൊക്കെ ഉണ്ട്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർക്കാം. സവോള അരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ ചേർക്കുക. എന്നാലും ഒരു അളവൊക്കെ ഉണ്ട്, ആ അളവിന് മാത്രമേ നിങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. അല്പം കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മിൻറ്റ് ചോളി മസാല റെഡി ആയി കഴിഞ്ഞു. നോക്കൂ, ഇനി നമുക്കതൊന്ന് ഇനി സെർവ് ചെയ്യാം. നമുക്ക് വീണ്ടും അല്പം ഒന്ന് സെർവ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഇതുപോലെ സവോള അരിഞ്ഞതൊന്ന് അല്പം ഇട്ട് കൊടുക്കാം മുകളിലായി. അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് അല്പം ഒന്ന് പൊടിച്ചിടാം. ഇത് കഴിക്കുന്ന നേരത്ത് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മിൻറ്റ് ചോളി മസാല റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ഇനി ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ള എല്ലാ അളവുകളും കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു അളവിൽ കടല എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേ അളവുകൾ തന്നെ മറ്റെല്ലാ സാധനങ്ങളും നിങ്ങൾ ചേർക്കുക. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി തന്നെ നിങ്ങൾ പറയുക. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ മിൻറ്റ് ചോളി മസാലയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നോക്കൂ, ഇതാണ് നമ്മുടെ മിൻറ്റ് ചോളി മസാല എന്ന് പറഞ്ഞത്. നല്ലൊരു ടേസ്റ്റും മണമൊക്കെയാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത്, അതുപോലെ ഹോളിഡേയ്സിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങളിതുപോലെ ഒരു സ്നാക്കൊക്കെ ഒന്ന് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് മുൻകൂട്ടിയെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മിൻറ്റ് ചോളി മസാല. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോക്കുക. തൊട്ടടുത്തുള്ളൊരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വിഭവമായി കാണുന്നത് വരെ നിങ്ങളെല്ലാവരോടും എൻ്റെ നന്ദിയും നമസ്കാരവും. താങ്ക് യു.